നമസ്കാരം. പാലക്കാട് അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയെ പോത്തുണ്ടി മാട്ടായിൽ കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും പോലീസും ചേർന്ന് വ്യാപക തെരച്ചിൽ. ഇതിനിടയിൽ പോലീസിനെ കണ്ട ചെന്താമര ഓടി മറഞ്ഞതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കമ്പം വടികളുമായിട്ടാണ് നാട്ടുകാർ തെരച്ചിൽ നടത്തുന്നത്. മാട്ടായി ക്ഷേത്രത്തിന് സമീപത്താണ് നാട്ടുകാരിൽ ഒരാൾ ചെന്താമരയെ കണ്ടത്. പോലീസും ഇത് ചെന്താമരയാണെന്ന് ഉറപ്പിച്ചു. പോലീസും സംഘത്തിലെ ഒരാളും ഇയാളെ കണ്ടതായിട്ടാണ് ആലത്തൂർ ഡിവൈഎസ്പി പറഞ്ഞത്. പോലീസുകാരും 300ഓളം നാട്ടുകാരും പോലീസിനൊപ്പം തെരച്ചിലിനുണ്ട്. ഇവിടെ കാട് പിടിച്ച പ്രദേശമാണ്. ഇതുവഴി ഇരുട്ടിൽ പ്രതി ഓടി മറഞ്ഞതായിട്ടാണ് വിവരം. കൂടുതൽ നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രദേശം അരിച്ചുപെറുക്കി പരിശോധിക്കുകയാണ് നാട്ടുകാർ. പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് പ്രതിയെ ആദ്യം കണ്ടത്. പ്രദേശത്ത് കണ്ടത് ചെന്താമരയെ തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു. പോലീസും നാട്ടുകാരും പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തി വരികയാണ്. ചെന്താമര കോഴിക്കോട് എത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുവമ്പാടിയിലും കൂടരഞ്ഞിയിലും അന്വേഷണം നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. തൊട്ടു പിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന മീനാക്ഷിയും ചെന്താമര വെട്ടി. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മീനാക്ഷിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും സജിതയുമാണെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം. വീട്ടിൽ അതിക്രമിച്ച് കയറിയ ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന മന്ത്രവാദിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് അന്ധവിശ്വാസിയായ ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയതെന്നും വിവരമുണ്ടായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷവും ചെന്താമര നെല്ലിയാമ്പതി കാടുകളിലേക്കാണ് ഓടിമറിഞ്ഞത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇയാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. 2022 നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. 2023 നെന്മാറ പഞ്ചായത്ത് മാത്രമാക്കി ജാമ്യ വ്യവസ്ഥ ചുരുക്കി. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും ഇയാൾ നെന്മാറയിലെത്തി. ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് സുധാകരൻ കഴിഞ്ഞ മാസം 29 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസ് ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് നൽകിയിരുന്നു. ഇനി നെന്മാറയിലേക്ക് പോകില്ലെന്നും തിരുപ്പൂരിലേക്ക് പോവുകയാണെന്നുമായിരുന്നു ചെന്താമര അന്ന് പോലീസിനോട് പറഞ്ഞത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെന്താമര തിരുപ്പൂരിൽ നിന്ന് നെന്മാറയിലെ താമസ സ്ഥലത്തെത്തി. ഇത് പോലീസ് അറിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെയായിരുന്നു അരുംകൊല. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് പരാതി വിലക്കെടുത്തില്ലെന്നും സുധാകരന്റെ മകൾ പറഞ്ഞിരുന്നു. ചെന്താമരയുടെ കയ്യിൽ 3 ഫോണുകളാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞെന്നും മറ്റൊന്ന് സുഹൃത്തിന് കൈമാറിയെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിനിടെ തിരുവമ്പാടിയിലെ ക്വാറിയിൽ ചെന്താമര ജോലി ചെയ്തിരുന്നതായി സ്ഥിരീകരിച്ച പോലീസ് ഇവിടെ ഒപ്പം ജോലി ചെയ്ത സുഹൃത്തിനെ ചോദ്യം ചെയ്തു. ഇയാളെ ഒരാഴ്ചയ്ക്ക് മുൻപ് വിളിച്ച് ഉടൻ തിരുവമ്പാടിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നതായി സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ബംഗളൂരുവിലും ഇയാൾക്കായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. തിരുവമ്പാടിയിലെ ക്വാറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചെന്താമര. കഴിഞ്ഞ പൊങ്കൽ അവധിക്ക് അസുഖബാധിതനെന്ന് കാരണം പറഞ്ഞ് ഇവിടുത്തെ ജോലി മതിയാക്കി പ്രതി നെന്മാറയിലേക്ക് വരികയായിരുന്നു. താൻ കൊലക്കേസ് പ്രതിയാണെന്ന കാര്യം ഇയാൾ ഇവിടെയുള്ള മണികണ്ഠൻ എന്ന സുഹൃത്തിനോട് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇയാൾക്കാണ് ജോലി മതിയാക്കി പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു മോട്ടോറോള ഫോൺ ചെന്താമര നൽകിയത്. തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ കൊലപ്പെടുത്തുമെന്ന് ഇയാളോട് ചെന്താമര പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. ഈ സുഹൃത്ത് മണികണ്ഠനാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ചെന്താമര 2 പേരെ കൂടി കൊല്ലുമെന്ന് പറഞ്ഞതായിട്ടാണ് സഹപ്രവർത്തകനായിരുന്ന മണികണ്ഠൻ പറയുന്നത്. ചെന്താമര ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കൂമ്പാറ മാതാ ക്വാറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ മണികണ്ഠനാണ് പോലീസിനെ ഇക്കാര്യം അറിയിച്ചത്.